ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ് ഗൈസ്. ഇന്ന് ആയില്യമാണ്. രാവിലെ തന്നെ ട്രഡീഷണൽസ് ഒക്കെ ഇട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സുഹൃത്തുക്കളെ. അച്ഛാ, ഞങ്ങൾ കോവിലിൽ പോയിട്ട് വരാം. അമ്മ എവിടെ? അമ്മ, ലഡു അമ്പലത്തിലോട്ട് വരുന്നാടി. അമ്മ, ഞങ്ങൾ കോവിലിൽ പോയിട്ട് വരാം. എവിടെയാണ് പോവേണ്ടത്? ആ, ഓ ഓക്കെ, സെറ്റ്, ടാറ്റാ. ഓ, ഒരുത്തി ഇവിടെ ഇരുന്ന് നോക്കണോക്കെയാണുള്ള മൈൻഡ് ചെയ്യാത്തോണ്ട്. ഹലോ, കൊച്ചാപ്പി അമ്പലത്തിൽ പോയിട്ട് വരാവേ, വന്നിട്ട് കാണാം. ബേക്ക് പോകുന്നു ഗേസ് ഞങ്ങൾ. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ചെല്ലമംഗലം ദേവി ക്ഷേത്രം. ദേവി കണ്ടിട്ട് വരാം. ദേവിയുടെ നടയിലും തൊഴുത് അത് കഴിഞ്ഞ് നാഗരാജാവിന്റെ അവിടെ ആയില്യത്തിന്റെ പൂജയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് പതുക്കെ ഇറങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഇറങ്ങിയപ്പോ അവിടെ ചെടിപ്പുര എന്ന് പറഞ്ഞിട്ട് ചില തൊട്ട് താഴെ ഒരു ചെടിക്കട. അപ്പൊ തന്നെ കാന്തം ആകർഷിക്കുന്ന പോലെ ഏതോ ഒരു ബാഹ്യശക്തി എന്നെ കൊണ്ട് ആ കടക്കകത്ത് കയറി. അതിനുശേഷം പിന്നെ ആ കട മൊത്തം നടന്ന് നമ്മൾ കണ്ട് പുതിയ പുതിയ കുറെ ചെടിയെ കണ്ട്. അതിനിടെ കൂടെ 2 ചെടി, ഒരു ഉണ്ട കണക്കിലിരിക്കണ ഒരു കള്ളിമുൾ ചെടിയും പിന്നെ വാഴ പോലെ ഇരിക്കണ വേറെന്തോ ഒരു ചെടി. ഇത് രണ്ടിനും പേരുണ്ട്, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അത് രണ്ടും വാങ്ങി പാക്ക് ചെയ്ത് പിന്നെ സ്റ്റുഡിയോ ഇപ്പൊ കുറച്ച് ഫുട്ടേജും കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അവിടെ ജനലില് ഗ്രില്ലിടുന്നു. അങ്ങനെ ഇന്നിപ്പോ മിക്കവാറും നമ്മൾ റൂമിൽ നിന്ന് പുറത്തായിരിക്കും. അവിടെ ചെടിയൊക്കെ വെച്ചിട്ട് ഞാനേടി പറയായിരുന്നു, ഒരു ബാഹ്യശക്തി എന്നെ കൊണ്ട് ഒരു കടക്കകത്തോട്ട് കയറിയിരുന്നു. 2 ചെടിയെ വാങ്ങിയോളമ്മ നമ്മള്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ഒരു കള്ളിമുൾ ചെടിയും ഒരു കളറുള്ള ഒരു വാഴയുടെ ഇലയുള്ള ചെടിയും. നല്ല ചെടികൾ രണ്ടും. അതിന്റെ വാക്കകത്ത് പഴം വന്നതാണ്. ഇനിയിപ്പോ ഊണ് കഴിക്കാല്ലോ അമ്മ. ഇന്ന് ഞങ്ങൾ കാപ്പി കുടിക്കാത്തത് അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പറഞ്ഞു വിട്ടോണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മള് ഇല്ല, ഉള്ളൂര് പോയില്ല. ചെല്ലവങ്ങൾക്ക് പൂജ കഴിഞ്ഞപ്പോ തന്നെ 11:30 മണിയായമ്മ. പിന്നെ ഫുട്ടേജ് കോപ്പി ചെയ്യാൻ പോയിരുന്നു ഞങ്ങള് സ്റ്റുഡിയോയിൽ. ഇതെന്താ അല്ല, അവിടെ അരമണിക്കൂർ എടുത്തോളാം അല്ലേ? ഇതെന്തോ അമ്മ? ബീട്രൂട്ട് മെഴുക്ക് വരട്ടി. ഇതിന്റെ അകത്താ മീനുണ്ടോ അമ്മ ഇന്ന്? ഓ, വെണ്ടയ്ക്ക് കിച്ചടി ഉണ്ടോ? ഓ, അതും എന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഇന്ന് നമ്മൾ പൊളിക്കും. അപ്പൊ ഇനി ഞാൻ പോയി കുറച്ച് ഒരു ഫുട്ടേജ് സെൻഡ് ചെയ്യണതും കുറച്ച് ഷോർട്സ് ചെയ്യണ പരിപാടിയുണ്ട്. അപ്പൊ കഴിച്ചിട്ടിരിക്കാന്നാ എന്നാ പിന്നെ കഴിച്ചിട്ട് പോയി സെൻഡ് ചെയ്യാം. ഗൈസ്, ഇവിടെയാണ് ഗ്രില്ലിടാൻ പോണത്. ഇവിടെയും പിന്നെ ഞങ്ങളുടെ റൂമിന്റെ ജനലില് ആണ്ട് ഇവിടെയും. ഓ ഹലോ, നമസ്കാരം. സുഖമാണോ? ഈ പെയിന്റിങ് മാറ്റി തരട്ടാ? ഞാൻ മാറ്റി തരാം. അച്ഛാ, ഇത് എവിടെ വെക്കോ അച്ഛാ? ഇത് വെക്കാൻ ഒരു സ്ഥലം ഇല്ല അച്ഛാ. അല്ല, അത് മാറ്റാം. ഓ, ഇത് നമുക്ക് തൽക്കാലം ഒന്ന് സൈഡിലോട്ട് വെക്കാം ഗൈസ്. ഓക്കെ, അവിടെ ഇരിക്കും കാർത്തിക വർഷം. അല്ല, ഞാൻ പെയിന്റിങ്ങിന്റെ അടുത്ത് പറഞ്ഞാടാ. ഓക്കെ ഗൈസ്, നല്ല 1-ാം തരം പരിപ്പ് കറി. ചൂടാ. അതിന്റെ കൂട്ടത്തില് പപ്പടം ഉണ്ട്. പപ്പടവും ഓഹോ കുറച്ച് അതെ, അതെനിക്ക് മനസ്സിലായമ്മ. കൈയിട്ട് വരല്ലേടാ. ഓഹോ, ഇതെങ്ങനെ ഞാൻ രുചിച്ച് കഴിക്കും. ഭയങ്കര ചൂട്. ഓക്കെ, അവിയലും കൂടെ വെച്ചിട്ട് കുറച്ച് വെണ്ടയ്ക്ക കിച്ചടി. ഇനി എന്തോ അമ്മ? നേരത്തെ ഉണ്ടാക്കണ കാണിച്ചോ. എവിടെ വെച്ചോ? ഇതിനൊക്കെ എവിടെയമ്മ അമ്മക്ക് സമയം? ആച്ചിയമ്മ സഹായിച്ച ഓക്കെ. എന്നിട്ട് നല്ല നെത്തോല് പൊരിച്ചോണ്ട് അതും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ്. ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ. ഓ, ആ ഭീകര ഊണ് കഴിച്ചോണ്ടല്ലേ ഗൈസ്. മെനിഞ്ഞാന്ന് സദ്യ കഴിച്ചില്ലേ, അതിനേക്കാളും സെറ്റായിപ്പോയി ഗൈസ്. എന്നിട്ട് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വർഷയുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയും പിന്നെ അവളുടെ 2-3 കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ദേവസേനയില്ലേ? ആണല്ലേ? അപ്പൊ ഒരു കൂട്ടുകാരിക്കും കൂടെ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ചായ കുടിക്കുന്നു ഞാൻ. മംഗലപുരത്തുനിന്ന് ഒരു ടീം തന്നെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഞങ്ങൾ കുറച്ച് ഫാമിലി ടൈം ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഗൈസ് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ അവളും ആഗ്രഹം കൂടെ പോയിട്ട് ചെടി നടണം. ആ മകളെ, ഞാൻ നിന്റെ ആരാണ്ടാ? കൊച്ചച്ചൻ. അടിപൊളി. അതെ, കൊച്ചച്ചനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. കൊച്ചച്ചന്റെ ഉച്ചിന്ന് ഇറങ്ങണല്ലേ ഇപ്പൊ അവൻ. മാമിയും ചെടി ഇടാൻ പോവേണോ? അവിടെ പോയി നോക്കണം, വീട്ടിൽ ഫുള്ള് ചെടി. ആണല്ലേ? നിനക്ക് ചെടി ഇഷ്ടമാണോടാ? ചെടി ഇഷ്ടമല്ലേ? നിനക്ക് എന്തിനാണ് ഇഷ്ടം? നിനക്കൊന്നും ഇഷ്ടമല്ലേ? പൈസ അവിടെ ചെടിയൊക്കെ പിഴുത് അല്ല, അത് റീപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. ആഹാ, വെറ്ററൻ ചെടി പ്ലാന്റർ എന്റെ അമ്മ സൈഡിൽ നിന്നിട്ട് കണ്ടറാക്ക് വിടുന്നു സുഹൃത്തുക്കളെ. ഹായ്. ഇതെല്ലാം വൺ പീസിന്റെ ആണ്. ആ, വൺ പീസിന്റെ സ്റ്റിക്കറാണ് ഈ കേസിന്റെ ബാക്കിൽ നീ കണ്ടോണ്ടിരിക്കണം. കൊള്ളാവോ? താങ്ക് യു. എല്ലാവർക്കും കൂടെ ഞങ്ങളുടെ സ്പ്രേ കളക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് ഗൈസ്. അവിടെ എല്ലാരും ഇറങ്ങുന്നു ഗൈസ്. ടാറ്റാ, ബൈ ബൈ. അയ്യോടാ, എല്ലാരും പോയി. ഓ, രാത്രി 9 മണിയായി ഗൈസ്. എല്ലാരും പോയി. അവർക്കൊക്കെ നമ്മൾ പോണ വഴിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട് ഗൈസ്. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ജനലില് അയ്യോ തന്നുപോയി, സോറി. ഗ്രില്ല് വന്നു ഗൈസ്. ഇനി ആർക്കും ഇതിനെ തകർക്കാനാവില്ല. പിന്നെ നമ്മുടെ ഡോറിന് കുറച്ചുകൂടെ ബലം വരുത്താനായിട്ട് ഈ കുത്തി കിട്ടും. പിന്നെ അല്ല, നമ്മളെടുത്താണ് കളി. ബെഡ്റൂമിലും ആ സാധനം വന്ന്. ഇനി ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ ലുലു മോളിലോട്ട്. ഒരു തമിഴ് പടം കാണാൻ. എടി, എന്തായിരുന്നു പേര്? മഗധീരേ. ഗൈസ് എന്ന് പറഞ്ഞാൽ ഫാത് ഫാസിലും നമ്മുടെ വടിവേലുവും ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു പടം. മാരിസൻ. അതെ ഗൈസ്. അപ്പൊ അങ്ങനെ റെഡി കൊണ്ടാണ് ഇത് ആദ്യമായിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്ത് ഗൈസ്. ഓ, എന്തൊരു സുഖം ഇതൊക്കെ ഒന്ന് തേഞ്ഞു വരാനായിട്ട്. പുളുക്കൂന്നും പറഞ്ഞ് തേഞ്ഞു വന്നു ഗൈസ്. അതിനുശേഷം അതിന്റെ കൊച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പോവാം. ഓക്കെ, ഞങ്ങൾ പോട്ടെ ലുലു മോളിൽ സിനിമ കാണാൻ. എന്നിട്ട് രാത്രി പുറത്തുനിന്നൊക്കെ ഫുഡ് അടിച്ച് പതുക്കെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈറ്റ് ഔട്ട് പോയിട്ട് വരാം. ഞങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ ലുലു മോളിൽ എത്തി ഗൈസ്. എന്റെ പൊന്നടാവ്, ഇത് എന്തൊരു തിരക്ക് ഇവിടെ. ജനപ്രളയമാണ് ഗുയിസ് ഇവിടെ ഇന്ന്. ആ, ഇതാണ് നമ്മൾ കാണാൻ പോണ പടം മാരേശൻ. തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഞങ്ങള് പതുക്കെ പോയി പടത്തിന് കയറട്ടെ. ഓടി 2 ആണ് ഗൈസ്. നമുക്ക് തുടങ്ങിയേ, ഞങ്ങൾ കണ്ടിട്ട് വരാം ഗൈസ്. പടം കണ്ടിറങ്ങി. അടിപൊളി പടം കണ്ട, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കുറെ ട്വിസ്റ്റുകളുണ്ട് അല്ലേടാ. നന്നായിരുന്നു ഗൈസ് പടം. കണ്ടിറങ്ങി. ഇനി നമ്മൾ എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് വീട്ടിലോട്ടോ. ശരിക്കും നല്ല പടമായിരുന്നു അല്ലേ? നല്ല രസമല്ലായിരുന്ന? ആയിരുന്നു ഗൈസ്, നല്ല പടമായിരുന്നു. ആഹാ, അല്ല ഞങ്ങൾ ഇറങ്ങിയത് എന്തുവേണോ ഇതിനെ കഴിക്കാൻ. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഈ നാട്ടിൽ ഒരു സ്ഥലവും കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ വിഴിഞ്ഞം വരെ വണ്ടി ഓട്ടിച്ച് ഗൈസ്. എന്നിട്ട് ഉസ്താദ് ഹോട്ടലിൽ നിന്ന് മീൻ കഴിക്കാന്ന് വിചാരിച്ചെത്തിയേക്കാണ്. എനിക്കൊരു ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള അപ്പം കിട്ടി. പിന്നെ നമ്മൾ നെത്തോലി ഫ്രൈയും പറഞ്ഞു. നെത്തോലി ഇങ്ങനെ എടുത്തിട്ട് കൊഞ്ചൂടുണ്ട്. കൊഞ്ചൂടെ വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. കൊഞ്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും മാടൻ കൊഞ്ച് ഉദ്ദേശിച്ചില്ലായിരുന്നു കേട്ടോ. അമ്മ ചൂട്, ഇതിനൊക്കെ എന്തിത്ര ചൂട്. ഓഹോ ഗൈസ്, നല്ല കൊഞ്ച് കേട്ടാ. കണ്ടിട്ട് തന്നെ കൊതിയാവും. ഓഹോ അമ്മ. ഇത് ഒരു അടുപ്പൊന്ന് എടുത്തോണ്ട് വന്ന കൊഞ്ചാണ്. അത് പിടിച്ചോ. ഇല്ല, ഭയങ്കര ചൂട്. നാക്ക് പൊളിയുന്നോ? ഇങ്ങനെ പൊള്ളാതിരിക്കും. രുചി കഴിക്കട്ടെ, കഴിച്ചിട്ട്. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഡേ ഇവിടെ എൻഡ് ചെയ്യാൻ പോകണം. 3 മണിയായി ഗൈസ്. ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. നല്ലൊരു നൈറ്റ് ഔട്ട് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. അപ്പോ
ബൈ ബൈ, നാളെ കാണാം ഗൈസ്. എനിക്കറിയാം വ്ളോഗുകൾ ഈ സമയത്ത് കുറച്ച് ചെറുതായിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങനെ കണ്ടന്റ് ഫോക്കസ് കാരണം ഗൈസ് കുറച്ച് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാവൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണെങ്കിൽ നമ്മള് കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ നമ്മൾ കുറച്ച് ജീവിക്കണമല്ലോ. അപ്പൊ ജീവിതത്തിന് വേണ്ടി ഞാൻ കുറച്ചധികം സമയം മാറ്റി വെച്ചുകൊണ്ടാണ് വ്ളോഗില് ഉള്ള ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോകുന്നത്. പതുക്കെ നമുക്ക് ലെങ്തുകൾ കൂട്ടി തുടങ്ങാം. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യണം ഗൈസ്. ലവ് യു. ബൈ ബൈ. ഒരു ബൈ ബൈ ഉള്ളത്. ബൈ ഗൈസ്. നാളെ കാണാം.